നമുക്ക് ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കാം. ഇന്ന് അതിഥി എത്തിയിരിക്കുന്നത് ആർക്കിടെക്ട് ജി ശങ്കറാണ്. അദ്ദേഹം ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ സംസ്ഥാനം അനുഭവിക്കുന്ന ദുരിതത്തിൽ, പ്രളയത്തിൽ തകർന്ന വീടുകൾ, അതുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കും. സ്വാഗതം സർ. ഞങ്ങൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി, കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ന്യൂസ് റൂമുകളിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലും വല്ലാത്ത നൊമ്പരമുണർത്തുന്ന കാഴ്ചകളാണ്. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, പുനരധിവാസത്തിനായി കേഴുന്ന ജനം, പുനരുജ്ജീവനത്തിനായി ഇപ്പോഴും വീടുകളില്ലാതെ പല വാർത്തകളും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ അത്തരത്തിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ താങ്കൾ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ്. 10-30 വർഷമായി ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുമാണ്. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിച്ച ഈ ഒരു കെടുതിയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുകേഷിൻ്റെ ഒരു പാട്ട് ശ്രവിക്കുകയായിരുന്നു. ആംസു പരീഹെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വരികൾ തീർച്ചയായിട്ടും പ്രളയബാധിത പ്രദേശങ്ങൾ, കേരളത്തിൽ ഇപ്പോൾ നടന്ന പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ വയനാട് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മിക്ക പ്രളയബാധിത മേഖലകളും സന്ദർശിക്കുവാനിടയായി. എല്ലായിടത്തും നമ്മൾ പാടങ്ങൾ എന്ന് പറയും, കണ്ണുനീർ പാടങ്ങളാണ്. ഈ ഒരിക്കലും തീരാത്ത ദുരിതത്തിൻ്റെ ഒരു പെയ്ത്താണ് ഈ കാലവർഷക്കെടുതിയായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഇതിനകത്ത് എൻ്റെ മേഖലയിൽ വലിയ ദുരിതത്തിൻ്റെ വലിയ അംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ അവസാനത്തെ കണക്കെടുപ്പ് നടന്നിട്ടില്ല, എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8,000-നും 10,000-നും ഇടയ്ക്ക് കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നു എന്നതാണ്. അതിൻ്റെ ഒരു 2 ഇരട്ടിയെങ്കിലും കെട്ടിടങ്ങൾ നമ്മൾ പുതുക്കി പണിയേണ്ടതുണ്ട്, കേടുപാടുകൾ തീർക്കേണ്ടതുണ്ട്. ഇത്തരം വലിയൊരു ഇടപെടൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ദുരന്ത മേഖലയിലുള്ള പ്രവൃത്തി പരിചയം കൊണ്ട്, അനുഭവ സാക്ഷ്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിത് സമയബന്ധിതമായിട്ടുള്ള ഇടപെടലില്ലെങ്കിൽ, ജാഗ്രതയോടെയും കരുതലോടുകൂടിയുമുള്ള സമീപനമില്ലെങ്കിൽ, അവധാനതയോടുകൂടി ഇത് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ശേഷിക്കുറവായിട്ട് നമ്മളത് വിലയിരുത്തപ്പെടും. ഞാൻ ദുരന്ത മേഖലയിൽ പരിചയം വെച്ചൊരു കാര്യം പറയട്ടെ. ഇത്രയും വലിയ ഒരു സോഷ്യൽ മൊബിലൈസേഷൻ ഞാനൊരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചെറുപ്പക്കാരൊക്കെ ഇപ്പം നമ്മൾ അവരുടെ ഒരു ലെവല് മാറി, അവർ സമൂഹം മൊത്തം അംഗീകരിക്കുന്ന രീതിയിലേക്ക് തീർച്ചയായിട്ടും വിസ്മയകരമായിട്ടുള്ളൊരു മൊബിലൈസേഷൻ. അതെന്നെ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നോക്കുമ്പം എന്നെ ശുഭ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യം. അത്ഭുതകരമായിട്ട് സോഷ്യൽ മൊബിലൈസേഷൻ. ഇത് എൻ്റെ ഒരഭിപ്രായത്തിൽ സാമൂഹിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. ഇത്രയും ജാതി മതഭേദമന്യേ ഈ വംശവും ഒന്നുമില്ലാതെ, വൈരങ്ങളില്ലാതെ ഇത്രയും ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ഒരേ മനസ്സോട്, ഏക മനസ്സോടുകൂടി ഇപ്പോൾ ഈ പുനരധിവാസ പ്രക്രിയയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദുരന്തങ്ങൾക്ക് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഈ പ്രീ ഡിസാസ്റ്റർ, അതൊക്കെ കഴിഞ്ഞു. എമർജൻസി റെസ്ക്യൂ തുടങ്ങി ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ പുനരധിവാസത്തിലേക്ക്, പോസ്റ്റ് ഡിസാസ്റ്റർ ഇതിലേക്ക് പോകണം. ഞാൻ ഒരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. കാലാവസ്ഥ വ്യതിയാനം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെമ്പാടും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഈ കാലവർഷക്കെടുതി ഒരു പക്ഷേ ഇനിയും വന്നേക്കാം, ദുരന്തങ്ങൾ ഇനിയും വന്നേക്കാം. കേരളത്തിനെ സംബന്ധിച്ചോളം ഞാൻ അത് വീണ്ടും രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. കേരളം ദുരന്ത സാധ്യതയുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ദുരന്ത സാധ്യതയിൽ. പ്രമുഖമായ സ്ഥലത്താണ് കേരളത്തിലെ സംസ്ഥാനം. കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള നമ്മുടെ കേരളത്തിലെ സംസ്ഥാനം ദുരന്ത മേഖലയിൽ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇത് വെള്ളപ്പൊക്കം ഒരു ഇതാണ്, ഭൂകമ്പം ഉണ്ടായേക്കാം, ഇനി അടുത്ത പ്രളയം ഉണ്ടായേക്കാം. പ്രത്യേക കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ സൂചന നമ്മൾ 1999 വെള്ളപ്പൊക്കത്തിനെ പറ്റിയാണ് പറയുന്നത്. അത് ഏകദേശം 100 വർഷം മുമ്പുണ്ടായൊരു വെള്ളപ്പൊക്കമാണ്. ഇനി ഈ ഇതിൻ്റെ ഈ ഫ്രീക്വൻസി, ഇതിൻ്റെ ആ സീക്വൻഷ്യൽ ഇതായിട്ടുള്ളത് തീർച്ചയായിട്ടും അടിക്കടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ മുൻനിർത്തിയായിരിക്കണം നമ്മൾ ഒരു പുനർനിർമ്മാണ പദ്ധതി രൂപീകരിക്കേണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്കൊരു പുത്തൻ കേരളത്തെ, ഒരു നവകേരളത്തെയാണ് സൃഷ്ടിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ശ്രമിക്കേണ്ടത്. പഴയ രീതിയിലുള്ള കെട്ടിട നിർമ്മാണം, പഴയ രീതിയിലുള്ള ഭൂമിയുടെ വിനിയോഗം,
പുഴയുടെ തീരത്തുള്ള അതിനിവേശങ്ങൾ ഇതേപോലെ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഈ ദുരന്തങ്ങളിൽ നിന്നുള്ള ഒരു പാഠവും നമ്മൾ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം എനിക്ക് മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പരിപ്രേക്ഷ്യത്തിൻ്റെ നിഴലിലായിരിക്കും പുത്തൻ പദ്ധതികൾ രൂപീകരിക്കപ്പെടുന്നത്. പ്രളയക്കെടുതി കവർന്നെടുത്തത് നിരവധി പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വളരെ കാലത്തെ സമ്പാദ്യവുമാണ്. എങ്ങനെയാണ് ഇനി ഈ ഒരു നിരവധി പേരുടെ വീടുകളാണ് തകർന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും മധ്യകേരളത്തിൽ, എങ്ങനെയാണ് ഈ ഒരു പുനർനിർമ്മാണം ഇനി സാധ്യമാവുന്നത്? ഇതിനകത്ത് നമ്മൾ വീട് എന്ന് പറയുന്നത് വലിയൊരു അഭയകേന്ദ്രമാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സാന്ത്വന കേന്ദ്രമാണ്. ഞാൻ ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഹൃദയഭേദമാണ്. അതായത് കല്യാണ ഫോട്ടോയൊക്കെ നനഞ്ഞ കല്യാണ ഫോട്ടോ ഉണക്കി വെച്ചിരിക്കുന്നു. ഈ കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ പോയ എല്ലാ പേജുകളും നിരത്തി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഹൃദയഭേദമാണ്. അവരെങ്ങനെങ്കിലും ജീവിതത്തിൽ തിരിച്ചു പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ എനിക്ക് അനുബന്ധമായിട്ട് പറയേണ്ടത് റെസിലിയൻസ് എന്ന് പറയും. ഇതിനെ അതിജീവിക്കാനുള്ള മലയാളിയുടെ അദമ്യമായിട്ടുള്ള കരുത്ത് അത് രേഖപ്പെടുത്തുന്ന ഒരു രംഗങ്ങളാണ് ഞാൻ എല്ലാവരും അവരവരുടെ വീട്ടിലെ അവരവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ. പണ്ട് നമ്മുടെ കവി പറഞ്ഞതുപോലെ നമ്മുടെ പുസ്തകത്താളുകളിൽ വളരുമെന്നോർത്ത് ഈ കരുതി വെച്ചിരുന്ന മയിൽപീലി ഇഴകളുണ്ട്. അതുപോലെയാണ് ഓരോരുത്തരുടെ കാര്യത്തിൽ ഈ ഓരോ വസ്തുക്കൾ അതൊക്കെ അവർ സൂക്ഷിച്ച് ഉണക്കി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളൊക്കെ ഒരു കൂട്ടിയാണ് ചെറിയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കുക, ഒരു TV വാങ്ങിക്കുക, അതുപോലത്തെ ഇലക്ട്രോണിക്സ് അതെല്ലാം കേടുപാടായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്കത് കേരളം നേരിടുന്ന പുനർനിർമ്മാണത്തിൻ്റെ വേളയിൽ നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു വെല്ലുവിളി മാലിന്യ നിർമ്മാർജ്ജനമായിരിക്കും. കാരണം ഇത് ജനറേറ്റ് ചെയ്യുന്ന മാലിന്യങ്ങൾ നമ്മൾ പണ്ട് പ്ലാസ്റ്റിക്, ഗ്ലാസ്, ജൈവ മാലിന്യം എന്നൊക്കെ പറഞ്ഞാൽ വേർതിരിക്കുന്ന പോലല്ല. അതിനേക്കാളേറെ പുത്തൻ തരം ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഞാൻ ഇന്നലെ ആലുവ നഗരത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടത് കൂനകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വേസ്റ്റുകളുടെ കൂനകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ നമ്മുടെ റെക്സിൻ പോലുള്ള മെറ്റീരിയൽസിൻ്റെ കൂനകൾ, ഫർണിച്ചർ, ഇതൊക്കെ എവിടെ കൊണ്ട് നമ്മൾ കളയുമെന്ന് എനിക്കറിയില്ല. ഡീഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയ കൂമ്പാരകൾ, ഇലക്ട്രോണിക് ഈ കമ്പ്യൂട്ടറുകളുടെ ഈ സ്ക്രീനുകളും ഈ TV-കൾ ഉൾപ്പെടെയുള്ള ഒരിക്കലും ഈ പ്രവർത്തിക്കാനൊക്കാത്ത രീതിയിൽ വലിയ മാലിന്യങ്ങളുടെ വലിയ കൂനകൾ സൃഷ്ടിക്കുക. അപ്പോൾ അതൊക്കെ വെല്ലുവിളികളാണ്. പുനർനിർമ്മാണത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിനകത്ത് ഭരണകൂടം എപ്പോഴും ഒരു തീരുമാനം എടുക്കണം. ഇതിനകത്ത് പണ്ട് ഈ KG ശങ്കരപ്പിള്ള ഒരു കവിതയിൽ പറഞ്ഞതുപോലെ ശത്രു ആര് മിത്രമാര് എന്നുള്ളതിൻ്റെ കാര്യത്തിനകത്ത് അതുപോലത്തെ വളരെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. റിട്രോഫിറ്റിംഗ് എന്നുള്ളൊരു വാക്ക് മലയാളിയുടെ മനസ്സിൽ ഇതുവരെ എത്തിയിട്ടില്ല. റിട്രോഫിറ്റിംഗ് എന്താണെന്നറിയാം. നമുക്ക് ചെറിയ കേടുപാടുകൾ, ചെറിയ ലളിതമായ ശസ്ത്രക്രിയകൾ ആവശ്യമുള്ള ഇടപെടലുകൾ, അത് കെട്ടിട നിർമ്മാണത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം. എല്ലാ കെട്ടിടവും ഇടിച്ചു കളയേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ ഞാൻ ഈയിടെ പണിഞ്ഞ് താമസം തുടങ്ങി. എൻ്റെ വീട്ടിൽ വെള്ളം കയറി ഒരു 3 അടിയോളം വീട്ടിനകത്ത് വെള്ളം കയറി. ഒരു മൺവീടാണ്. പൂർണ്ണമായിട്ടും ഈ ഭിത്തികളും കൂരകളും ഒക്കെ മണ്ണിലുണ്ടാക്കിയ വീടാണ്. വേദനാജനകമായിട്ടുള്ള ഒരു ഇറങ്ങിപ്പോക്കലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ മൺവീട്, എൻ്റെ പ്രിയപ്പെട്ട മൺവീട്, എൻ്റെ രക്തത്തിലുണ്ടാക്കിയ എൻ്റെ മൺവീട്, ഇതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ പണിഞ്ഞ വീടാണെങ്കിൽ പോലും. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ തിരിച്ച് വെള്ളം ഇറങ്ങിയപ്പോൾ തിരിച്ച് കയറിയപ്പോൾ മണ്ണിന് നനവുണ്ട്. കെട്ടിടത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. മണ്ണിൻ്റെ നനവ് എനിക്കൊന്ന് കാലം കഴിഞ്ഞിട്ട് ഉണങ്ങിയേക്കും. ചിലപ്പം ചില പാടുകളൊക്കെ ഉണ്ടായേക്കും. ഇതേപോലെയാണ് കേരളത്തിലെ മിക്ക വീടുകളുടെ സ്ഥിതി. കാരണം കേരളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത പശ്ചാത്തലത്തിൽ പറയട്ടെ, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. വെള്ളം കയറി മറ്റ് ചില ഉപകരണങ്ങൾ നശിച്ചു എന്നല്ലാതെ കെട്ടിടത്തിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. ഈ പലരുടെ സംശയമാണ്, 3-4 ദിവസം വെള്ളം നിന്ന് കഴിഞ്ഞപ്പോൾ ഉത്തരം വരെയൊക്കെ വെള്ളം കയറി വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ബലക്ഷയം ഉണ്ടാകുമോ എങ്ങനെയാണെന്നുള്ള സംശയങ്ങൾ പലരും. അത് പൂർണ്ണമായിട്ടും ഞാൻ പറയട്ടെ, ഒരു ആർജവത്തോടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ട് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം കെട്ടിടത്തിന് എന്തെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ക്ഷതം വരുന്ന ഘട്ടം നമുക്ക് തിരിച്ചറിഞ്ഞ് കണ്ടെത്തണം. ചെറിയ ക്രാക്കുകൾ വരും, അല്ലെ അമിതമായിട്ട് ലീക്ക് ചെയ്തേക്കാം. അത് നമുക്ക് പ്രത്യക്ഷത്തോടെ കാണാനൊക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഇഷ്ടിക വെച്ച് പണിഞ്ഞ് ചുടുകല്ല് വെച്ച് പണിഞ്ഞ കെട്ടിടങ്ങളൊക്കെ
ഒരുപക്ഷെ പൂർണ്ണമായിട്ടുള്ള ഈ പച്ചക്കട്ട, ഈ മണ്ണുകൊണ്ടുള്ള വീടുകൾ മാത്രമേ എന്തെങ്കിലും ആശങ്ക ഉയർത്തുന്നുള്ളൂ. മറ്റ് കെട്ടിടങ്ങളെല്ലാം തന്നെ, നിങ്ങൾക്ക് വെനീസ് എന്ന് പറഞ്ഞൊരു നഗരമുണ്ട് ഇറ്റലിയിൽ, അതൊക്കെ വെള്ളത്തിലാണ്, നൂറ്റാണ്ടുകളോളം വെള്ളത്തിലാണ് ഈ ചുട്ട ഇഷ്ടിക വെച്ചത്. അതുകൊണ്ട് അതിനൊക്കെയുള്ള അതൊരു അടിസ്ഥാനരഹിതമായിട്ട് ഇതാണ്. കാരണം ഒരു ദുരന്തവും പ്രത്യേകതരം അവസരങ്ങൾ ഒരുക്കും. എവറി ഡിസാസ്റ്റർ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റി എന്താ, ഇതിന് ബലമില്ല, ഇതിന് ആയുസില്ല, ഇതിടിച്ച് കളയണം, ഇത് പുനർനിർമ്മിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു വ്യാപകമായിട്ട് പ്രചരണം, അത് പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. അത് പ്രതിരോധിക്കപ്പെടേണ്ടതെന്ന് മറ്റ് ചില കാരണങ്ങൾ, നമ്മുടെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് നമ്മൾ വാതോരാതെ ഒരു പ്രാർത്ഥന പോലെ നിലവിളി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു കെട്ടിടം ഇടിച്ച് കളയുന്നതോടുകൂടി നമുക്ക് വേണ്ട ഒരുപാട് റിസോഴ്സസിൻ്റെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞത്. വളരെ അവധാനതയോടുകൂടി ഓരോ കെട്ടിടം ബൈ കെട്ടിടം, ഓരോ കെട്ടിടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു കെട്ടിടം കാണുകയും അതിൻ്റെ ഓരോ പരിക്കുകളും അതിലെല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അടിസ്ഥാനം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, ഭിത്തികൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, കൂര പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുണ്ടോ ഇതിൻ്റെ ബലക്ഷയം അളക്കാനുള്ള? അല്ല, അത് നോക്കിയാൽ അറിയാം. നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ പരിചയമുള്ള ഒരാൾക്ക് അതാണ് പറഞ്ഞത്. അതാണ് അവധാനത എന്നുള്ള വാക്യം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. കെട്ടിടം നമുക്കറിയാം, ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു മൂല സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അൺഈക്വൽ സെറ്റിൽമെൻറ്റ്, അതൊക്കെയാണ് ഒരു പക്ഷേ കെട്ടിടത്തിൻ്റെ നാശത്തിലേക്കൊരു വീഴ്ചയിലേക്കൊക്കെ അതൊക്കെ കാണാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. അതിനകത്ത് ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കെട്ടിടം പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോഴും അടിസ്ഥാനത്തിന് ബലക്ഷയമുണ്ടോ, ഭിത്തിക്ക് ബലക്ഷയമുണ്ടോ, നമ്മുടെ ജീവനാകത്ത് അതിനകത്ത് യാതൊരു ഒത്തുതീർപ്പുകളില്ല. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇതൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഒരു പുനർനിർമ്മാണം ഇതുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ ദുരന്ത മേഖലയിൽ എപ്പോഴും ഈ ഗതിയില്ലാതായി പോകുന്നത് പാവപ്പെട്ടവരാണ്. കാരണം നമ്മൾ ജീവിതത്തിലെ പുറമ്പോക്കുകളിൽ താമസിക്കുന്നവരാണ്. അത് യഥാർത്ഥ ഭൂമിയുടെ പുറമ്പോക്കുകളിലും അവർ താമസിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. അതെപ്പോഴും താഴ്ന്ന സ്ഥലങ്ങൾ, ഒരുപക്ഷെ കെട്ടിട നിർമ്മാണത്തിന് ഉപയുക്തമല്ലാത്ത ഭൂമിയിലൊക്കെയാണ്. ഞാൻ ആറന്മുളയിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളനിയായിട്ട് നിൽക്കാവുന്ന ഒട്ടനവധി 1000 കുടുംബങ്ങളെ താമസിക്കുന്ന ഒരു കോളനിയിൽ പോയി. സഹിക്കാനൊക്കില്ല. എല്ലാ വീടുകളുടെയും കൂരയുടെ മുകളിൽ കൂടെയാണ് ഈ വെള്ളപ്പൊക്കം കടന്നു പോയത്. വലിയ ദുരിതമാണ്. അത്തരം സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പുനർനിർമ്മാണം, അത് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ തൂണുകളിൽ വെച്ചിട്ട് ആസാമിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കവും ഭൂകമ്പമുണ്ട്. ആസാമിലൊക്കെ ഈ തൂണുകളിൽ വെച്ചിട്ട് മുകളിൽ കെട്ടിടം വയ്ക്കുന്ന സാധനം. ഒരുപക്ഷെ കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ചില ഭൂമികളിൽ ഏറ്റവും തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇത്തരം ഈ തൂണുകളിൽ നിന്നുള്ള നിർമ്മിതിയാണ്. തൂണുകളിൽ താഴെയുള്ള ഭാഗം നമുക്ക് പല കാര്യങ്ങൾക്ക് പശുവിനെ കെട്ടാം, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വാഹനങ്ങൾ വയ്ക്കാം. ഇത്തരം കാര്യങ്ങൾ ഒരു ആക്ടിവിറ്റി ഏരിയ ആയിട്ട് വെള്ളപ്പൊക്ക കാലത്ത് നമ്മൾ സുരക്ഷിതമാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് 7-8 അടി പൊങ്ങി ഉള്ള ഒരു പ്രതലത്തിലാണ്. ആസാമിലേക്ക് കെട്ടിടങ്ങൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പ്രളയബാധിതമായിട്ടുള്ള വിയറ്റ്നാമിൽ, ലാവോസിൽ ഒക്കെ, ഈ തായ്ലാൻഡിലൊക്കെ ഇത്തരം നിർമ്മിതികൾ വളരെ പോപ്പുലറാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിൽ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലൊന്നും കേരളത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ പക്ഷേ അതിന് അനുബന്ധമായിട്ട് ചില പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പരീക്ഷിക്കപ്പെടില്ല. കാരണം ഇതിന് വലിയ ചെലവിൻ്റെ ആധിക്യമൊന്നുമില്ല. അതൊന്നും പിന്നെ വലിയൊരു ഭീമമായ തുക മുടക്കി നിർമ്മിച്ച പല കെട്ടിടങ്ങളും, കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ തകരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണേണ്ടി വന്നത്. അപ്പോൾ ഇനിയും പുതിയ നിർമ്മാണ രീതിയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാൻ? തീർച്ചയായിട്ടും. നമ്മൾ പറയുന്നത് പാർപ്പിട സാക്ഷരത എന്ന് പറഞ്ഞ വലിയൊരു ആശയമുണ്ട്. പാർപ്പിട സാക്ഷരത എന്ന് വെച്ചാൽ നമ്മുടെ സന്തുലിതാവസ്ഥ നമ്മൾക്ക് നിലനിർത്തണം. അപ്പം 4 ചുമരുകളല്ല വീട്, അതിനപ്പുറമുള്ള ഭൂമിയാണ്, കാരുണ്യമാണ്, സ്നേഹമാണെന്നൊക്കെയുള്ള തിരിച്ചറിവിൽ കൂടെ ഒരു സങ്കല്പം ഉണ്ടാക്കണം. അതാണ് പാർപ്പിട സാക്ഷരത എന്നാണ്. നമ്മൾ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പുനരധിവാസ ഘട്ടത്തിൽ ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇത്രയും അത്ഭുതകരമായിട്ടുള്ള പ്രോപ്പർട്ടീസുള്ള, എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസുള്ള നിർമ്മാണ വസ്തുക്കളുടെ അനർഘമായിട്ടുള്ള കലവറയാണ് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും. കേരളത്തിലെ മണ്ണ് പോലും, കേരളത്തിലെ മണ്ണിൻ്റെ ഇത്ര ഉപയുക്തമായിട്ടൊരു മണ്ണ് കെട്ടിട നിർമ്മാണത്തിന് ലോകത്ത് ഒരിടത്തും കാണില്ല. കാരണം ലോകത്തെ പല ഭാഗങ്ങളിലും ജോലി ചെയ്ത് എന്നെ സംബന്ധിച്ചോളം, ആഫ്രിക്കയിലും ഏഷ്യയിലും മറ്റു ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം അഭിമാനപൂർവ്വമാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഊറ്റമുണ്ട്, അതിൻ്റെ ഒരു ആർജവമുണ്ട്. അതുകൊണ്ട് പറയുന്നത് കേരളത്തിലുള്ള ഒരുപാട് നിർമ്മാണ വസ്തുക്കൾ, വെട്ടുകല്ലും മണ്ണും കുമ്മായവും ഒക്കെ നിർമ്മാണ വസ്തുക്കളൊക്കെ
അത്യത്ഭുതകരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസാണ്. നമ്മൾ അത് നമ്മുടെ മുഖ്യ പദാവലിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോഴും മണ്ണ് കുമ്മായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ഒരു നിർമ്മാണ വസ്തുവായിട്ട് പ്രളയത്തെ അതിജീവിക്കുവാനായിട്ട് ഇതിനൊക്കെ കഴിയും എന്നുള്ളതാണ്. അതിന് തെളിയിക്കാൻ കൂടുതലുള്ള ഇതാണ്. അപ്പോൾ സന്തുലിതാവസ്ഥ ഒരു ഭാഗത്ത്, അതിൻ്റെ മേന്മ ഒരു ഭാഗത്ത്, നമ്മുടെ കേരളീയത, മലയാളിത്തം, അതിൻ്റെ രീതിയാവണം കെട്ടിടങ്ങൾ. അല്ലാതെ നമ്മൾ ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് അതിനെ പൂർണ്ണമായിട്ടും ചോർത്തിയെടുത്ത് നമ്മുടെ ഒരു മാത്രം സൃഷ്ടിക്കരുത്. മലയാളിത്തം, മലയാളിക്ക് വേണ്ട സ്വകാര്യത, മലയാളിക്ക് വേണ്ട കമ്മ്യൂണിറ്റി സ്പേസസ്, ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കെട്ടിടം ഉണ്ടാക്കേണ്ടത് സിമെൻറ്റിലും മണ്ണിലൊന്നുമല്ല, സ്നേഹം ചാലിച്ചിട്ടാണ് കെട്ടിടം ഉണ്ടാക്കേണ്ടത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം, എല്ലാം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച്, പകച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അവരുടെ കൈ പിടിച്ച്, അവരുടെ കൈ ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് റീഹാബിലിറ്റേഷൻ ഷുഡ് ഹാപ്പൻ ഇമ്മീഡിയറ്റ്ലി. ഞാൻ കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞു, ഒറീസയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു അന്യമായ ഇതിൻ്റെ ഒരു കുറച്ച് വേദനകൾ ഞാൻ ഇത്തവണ അനുഭവിച്ചു. വേറൊരു വീട്ടിൽ ചെന്ന് വേറൊരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എല്ലാം നമ്മൾ അവശേഷിച്ച് പോയതിനകത്ത് എനിക്ക് നഷ്ടപ്പെട്ടതിനകത്ത് ഒരിക്കലും അമൂല്യമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം പെട്ടെന്നാണ് വെള്ളം കയറിയത്. എൻ്റെ ഈ പത്മശ്രീയുടെ പുരസ്കാരത്തിൻ്റെ പേപ്പറുകൾ, അതിൻ്റെ ഫോട്ടോകളൊക്കെ കുതിർന്ന് ഒട്ടിച്ചേർന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അതൊക്കെ സങ്കടകരമായിട്ടുള്ള വസ്തുവാണ്. ഇത് എന്നെ സംബന്ധിച്ചുള്ള ഒരു പുരസ്കാരമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് സ്വന്തം ജീവിതമാണ്, അവരുടെ ആധാരം, അവരുടെ ജീവിതത്തിൻ്റെ ആധാരങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ മലയാളികളുടെ ഈ വീടുകളുടെ ഒരു സങ്കല്പം, ഈ ആയുഷ്കാലത്തുള്ള സമ്പാദ്യം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന വീടുകൾ ഒരുപാടത്ര നഷ്ടപ്പെട്ടു. സാറൊക്കെ ഈ ലോ കോസ്റ്റ് വീടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചാരണം നടത്തിയുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിതശൈലി ഈ ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടിയിട്ടുണ്ടോ സാമ്പത്തികമായി പോലും? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ചിഹ്നങ്ങളായിട്ട് വീടുകൾ മാറി എന്നുള്ളതാണ്. ഈ വലിയ വീടുകൾ എന്നുള്ള സങ്കല്പം ലോകം മുഴുവൻ തള്ളിക്കളയുന്ന സങ്കല്പമായിട്ട് മാറിയിട്ടുണ്ട്. ഈ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഷൂമേക്കറിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതിലേക്ക് നമ്മൾ വരണം. നമുക്ക് സ്വന്തമായിട്ട് തൂത്ത് വൃത്തിയാക്കാൻ കഴിയുന്ന ചെറിയ വീടുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണി തീരാത്ത വലിയ വീടുകളേക്കാൾ എപ്പോഴും അഭികാമ്യം പണി തീർന്ന ചെറിയ വീടുകളാണ്. അത്തരം വീടുകളിലേക്ക് മലയാളി മടങ്ങണം എന്ന് തന്നെയാണ്. ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ 2000-3000 സ്ക്വയർ ഫീറ്റ് ഒക്കെയുള്ള 5000 സ്ക്വയർ ഫീറ്റ് എത്രയോ കോടി രൂപയുടെ കെട്ടിടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് സാമൂഹ്യ അധപതനത്തിൻ്റെ ജീർണതയുടെ ഒരു പരിച്ഛേദമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മലയാളിയുടെ ആവശ്യം, നമുക്ക് മലയാളിയെ സംബന്ധിച്ചുള്ള ഞാൻ എൻ്റെ വീട് വയ്ക്കാൻ വരുന്നവരോട് പറയാറുണ്ട്, 3-4 ബെഡ്റൂം ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു മകനുള്ളൊരു വീട്ടിൽ ഒരു മകൻ മാത്രമേ കാണുള്ളൂ, 4 ബെഡ്റൂം വേണം. അപ്പോൾ പറയും അതിഥികൾക്ക് വേണം, വേറെ ആരെങ്കിലും വന്ന് താമസിക്കാൻ അവർക്ക് റൂം കൊടുക്കണം. ഞാൻ പറയും മലയാളിയുടെ മനസ്സെങ്ങനെയാണെന്നറിയാം, രാത്രി 8 മണി കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും കിടപ്പിന് പറ്റിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞാൻ രാത്രി കയറി വരികയാണ്, നിങ്ങൾക്കൊരു ബെഡ്റൂം തരാനില്ലെങ്കിൽ ഒരു പാ വിരിച്ച് എന്നോട് കിടക്കാൻ പറഞ്ഞാൽ കിടക്കുന്നതാണ് യഥാർത്ഥ മലയാളി എന്ന് പറയുന്നത്. ശരാശരി മലയാളി നമുക്ക് എവിടെയെങ്കിലും ഒരു കിടക്കാൻ തലചായ്ക്കാൻ ഇടം കിട്ടിയാൽ മതി. എല്ലാ മുറികളും എനിക്ക് കിടപ്പ് മുറികളാണ് അത്യാവശ്യം വരുമ്പോഴത്തേക്ക്. അപ്പം അത്തരം ഒരു നല്ല ഒരു മനസ്സുണ്ടായിരുന്ന മലയാളിയുടെ വാസ്തുശാസ്ത്ര സങ്കല്പങ്ങളിൽ അതിലൊക്കെ ച്യുതി വന്നിരിക്കുകയാണ്. ഈ വളരുന്ന വീട് എന്ന സങ്കല്പം നമ്മൾ തീർച്ചയായിട്ടും പുനരധിവാസത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ വീടുകളെ ഒരുപക്ഷെ സർക്കാരിന് ഇപ്പോൾ കൊടുക്കാൻ കഴിയുള്ളൂ. 4-5 ലക്ഷം രൂപയിൽ കൂടുതൽ തീർച്ചയായിട്ടും 6 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരുപക്ഷെ കൊടുക്കാൻ കഴിയില്ല. ആ കൊടുക്കാൻ കഴിയുന്ന വീടുകളിൽ തീർച്ചയായിട്ടും നിഷ്കർഷിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് സന്തുലിതമായിട്ടുള്ള നിർമ്മാണ രീതിയെ അവലംബിക്കാവും. രണ്ടാമത്തെ കാര്യം അത് ദുർബലമാണെന്നുള്ളൊരു ഇതുണ്ട്, പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ്. ഇത് ഇറ്റ്സ് ആസ് ഡ്യൂറബിൾ, ആസ് ലോങ് ലാസ്റ്റിംഗ്, ആസ് സ്ട്രോങ് ആസ് എനി അതർ കൺവെൻഷണൽ ബിൽഡിംഗ്. പക്ഷേ സുനാമി മേഖലകളിലൊക്കെ നിർമ്മിച്ച പല ഭവനങ്ങളും ഇപ്പോൾ തകർന്ന അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അത് ഇതേപോലെ തന്നെ ഉള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാക്കിയ വീടുകളല്ല. എന്താ അവിടെ സംഭവിച്ചത്? സുനാമിയിൽ ഞാൻ പറയട്ടെ, ചിലവ് കുറഞ്ഞ വീടുകളൊന്നും തകർന്നിട്ടില്ല. തകർന്നത് നിരുത്തരവാദപരമായിട്ട് ചെയ്ത കെട്ടിടങ്ങളാണ്. കെട്ടിടത്തിൻ്റെ നിർമ്മിതിയിൽ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ ലത്തൂരിൽ ഉത്തരകാശിയിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ കെട്ടിടത്തിൻ്റെ ഭിത്തിയുടെ നിർമ്മാണത്തിനകത്ത് വെർട്ടിക്കാലിറ്റി ആൻഡ് ഹൊറിസോണ്ടാലിറ്റി ഇത് കെട്ടിടത്തിൻ്റെ പ്രാഥമിക ഗുണമേന്മയെ രേഖപ്പെടുത്തുന്നതാണ്. അതിലൊരിക്കലും ഒരു ഒത്തീർപ്പ് വരരുത്. നമ്മൾ ഉത്തരകാശിയിലും ഉത്തരാഖണ്ഡിലൊക്കെ വന്നിരുന്നാൽ ഈ പെറുക്ക് കല്ലുകളിങ്ങനെ വെച്ചിട്ട് അതിനൊരു ശാസ്ത്രീയ വശം മറന്നുകൊണ്ടുള്ള നിർമ്മിതിയാണ് വലിയ തകർച്ചയിലേക്ക്.
കേരളത്തിലാണ് സംഭവിച്ചത്. കേരളത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് വളരെ ദുഃഖകരമായിട്ട് കാര്യമാണ്. നമുക്ക് ഈ കാലുറപ്പിച്ച് പണ്ട് നമ്മുടെ അച്ഛന്മാർ പറയാറില്ലേ, നമ്മൾ കടൽപ്പുറത്ത് ഇരിക്കുമ്പോഴത്തേക്ക് മക്കളെ ഈ തിരമാല വരുമ്പോൾ നമ്മൾ കാലുറപ്പിച്ച് നിൽക്കണം എന്ന് പറയും. ആ നിൽക്കാത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അപജയമായിട്ട് മാറുന്നത്. നമ്മൾ ഉത്തരവാദിത്തോടു കൂടി കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞാൽ സുനാമിയല്ല, വലിയ വെള്ളപ്പൊക്കമല്ല, അതെല്ലാം അതിജീവിക്കുന്നുള്ളതാണ്. സാർ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ വലിയ വീടുകളുടെ കാര്യം വന്നപ്പോൾ ഇത്തവണ ഈ എയർ ലിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ എയർഫോഴ്സുകാരായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ പ്രധാന പ്രശ്നം ഈ വീടുകളുടെ മോൾ ഭാഗമെല്ലാം കൂരകളായിട്ട് അടച്ചിട്ട് അകത്തുണ്ടായിരുന്ന വൃദ്ധരായിട്ടുള്ള സ്ത്രീകളും ഉള്ള ആൾക്കാർക്ക് ഇവർക്ക് വിളിച്ചു പറയാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല ഇവർ ആരൊക്കെ അകത്തുണ്ട് എന്നറിയാം. എല്ലാം അടച്ചു പൂട്ടപ്പെട്ട നിലയിൽ ഗ്രില്ലും ഇട്ട് ഈ പറഞ്ഞ പോലെ മുകളിൽ ഷീറ്റും ഇട്ട് അവർ പൂർണ്ണമായും ബന്ധവസായ കേരളത്തിൻ്റെ ഈ വിമാനത്തിൽ കൂടെ താഴോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെന്ന് ഈ അലുമിനിയം റൂഫുകളുടെ പ്രളയമാണ്. എല്ലാത്തിനും ചോർച്ചയുടെ പേരിൽ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരം കാലഘട്ടങ്ങളിൽ നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. മലയാളിക്ക് പറ്റിയിട്ടുള്ള കൂര ഏതാണ്? കോൺക്രീറ്റാണോ സാധാരണ ഓട് വെച്ചുള്ള കൂരയാണോ എന്നൊക്കെയുള്ളൊരു പുനർവിചിന്തനത്തിന് ഈ ദുരന്തം അതിനൊരു വഴിമരുന്നിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെപ്പോലുള്ള സാമൂഹിക പ്രവർത്തകർക്കൊക്കെ വലിയ സന്തോഷമാണ്. നമുക്ക് വലിയ എവറി ഡിസാസ്റ്റർ ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് പാർപ്പിട സാക്ഷരതയിലേക്ക് തിരിച്ചു വരിക, മണ്ണിനെ സ്നേഹിക്കുന്ന, മനസ്സിനെ സ്നേഹിക്കുന്ന, മലയാളിത്വം നിലനിൽക്കുന്ന കെട്ടിട നിർമ്മാണ രീതിയിലേക്ക് തിരിച്ചു വരിക. ഇതൊരു വലിയൊരു സാധ്യതയാണ്. പക്ഷേ ഈ സാധ്യത കണ്ടുകൊണ്ട് പലരും വേഷം കെട്ടി ഇറങ്ങിക്കഴിഞ്ഞു കോട്ടും പാപ്പാസും ഒക്കെ ഇട്ടിട്ട് ഇതാണ് ഞങ്ങൾ തരുന്ന ഉത്തരം, പ്രീ ഫാബ്രിക്കേറ്റഡ് കെട്ടിടങ്ങൾ. തീർച്ചയായിട്ടും അതൊക്കെ ഉത്തരങ്ങളായിരിക്കും. പക്ഷേ അത് മാത്രമല്ല ഉത്തരം. നമ്മുടെ സാധാരണ കെട്ടിടങ്ങൾ, എനിക്കൊരു കാര്യം ഗവൺമെൻറ്റിന് മുമ്പിലും പറയാനുള്ളത്, നാട്ടുകാരുടെ മുമ്പിലും പറയാനുള്ളത്, ഈ ദുർബലമായ കെട്ടിടങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ ഇടിച്ചു കളയാവൂ. ഈ സൗന്ദര്യത്തിൻ്റെ പേരിൽ, വിലക്കുറവിൻ്റെ പേരിൽ ഇടിച്ച് നിരത്തപ്പെടുന്നത് സാമൂഹ്യ ക്ഷതങ്ങളുണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. റിട്രോഫിറ്റിംഗ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞാണ് റിട്രോഫിറ്റിംഗ്. നമ്മൾ കേടുപാടുകൾ സൃഷ്ടിച്ച് ഇതിനെങ്ങനെ ഈ ശക്തിയുള്ള ഒരു നിർമ്മിതിയാക്കി മാറ്റാം എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചോളം 1000 കോടി രൂപയുടെ ലാഭമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ 1000 കോടി രൂപ മറ്റ് നിർമ്മാണ റോഡുകൾ ഉണ്ടാക്കാനും, ഓടകൾ ഉണ്ടാക്കാനും, തോടുകൾ വൃത്തിയാക്കാനും, പുഴകൾ വൃത്തിയാക്കാനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ലളിതമായ ഒരു ഇതിൻ്റെ വീടായിരിക്കണം എപ്പോഴും. അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ വീടിൻ്റെ മുറ്റത്ത് ടൈലുകളും വലിയ മതിലുകളും ഒക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ്. വെള്ളം ഇറങ്ങാൻ ഒരു സ്ഥലമില്ല. അതും ഇതിനൊരു കാരണമായി മാറുകയല്ലേ ഇപ്പം? 100%. നമുക്ക് ഞാനെപ്പോഴും ജലത്തിൻ്റെ ഗമന നിർഗമന മാർഗങ്ങൾ തുറന്നിടണം. ഇത് വാസ്തുശാസ്ത്രത്തിൽ ആദ്യം പറയുന്നതാണ്. നമ്മളൊരു ഭൂമി വാങ്ങിക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന ഭൂമിയാണ് എന്നൊക്കെയുള്ള പറഞ്ഞത്. അതിന് പകരം മുഴുവൻ കൊട്ടി അടയ്ക്കപ്പെടുകയാണ്. നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ. കാരണം കംപ്ലീറ്റ് ജലബാധനം മാത്രമല്ല, തറ മുഴുവൻ സിമെൻറ്റ് ചെയ്തിട്ട് കൊട്ടി അടയ്ക്കപ്പെടുന്ന ഒരു ഇതാണ്. നമുക്ക് മഴവെള്ളത്തെ ഈ ജലം അമൂല്യമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 44 നദികളും ആസന്ന മരണശയ്യയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അത് വളരെ വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ കടന്നു വരുന്ന വെള്ളത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തോടുകളെല്ലാം നികത്തപ്പെടുന്നു. ഭൂമിയുടെ വലിയ അധിനിവേശം നടക്കുന്നു. പുഴയോരങ്ങളിലെല്ലാം ഈ കെട്ടിടങ്ങൾ ഉയരുന്നു. ഇത്തരം ഈ അധിനിവേശത്തിൻ്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതൊക്കെ പ്രതിരോധിക്കപ്പെടണം എന്നുള്ളൊരു അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം നല്ലൊരു ഭാവിയിലേക്കായിരിക്കും, നല്ല നന്മകളുടെ ഭൂമിയിലേക്കായിരിക്കും. ഇതൊക്കെ ഈ പകർന്ന സന്ദേശങ്ങളൊക്കെ എല്ലാവരും ഉൾക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഭരണകൂടമാണ് ഇതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. വലിയ രീതിയിലുള്ള പുനരധിവാസ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പ്രകൃതിയോടങ്ങ രീതിയിലേക്കാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഏതായാലും വളരെയധികം നന്ദി ഇവിടെ എത്തി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, വിലപ്പെട്ട ആശയങ്ങൾ പങ്കുവച്ചതിന്.